ഇന്ന് ഈ നിമിഷത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ സംഘത്തെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും അന്വേഷണമെന്നാണ് വിവരം. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് DGP നൽകിയ ശുപാർശയിൽ ഇന്നലെയാണ് സർക്കാർ ഉത്തരവിട്ടത്. മലപ്പുറം മുൻ SP സുജിത് ദാസിനുമെതിരെയും വിജിലൻസ് അന്വേഷണം നടത്തും. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, ഗുഡ് മോർണിംഗ്. ഈ 1.5 ആഴ്ചത്തോളം എടുത്തു DGPയുടെ ശുപാർശയിൽ ഒരു തീരുമാനമാകാൻ. എന്തായാലും ഒടുവിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപനം വന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് എപ്പോഴായിരിക്കും ഇതിന്റെ ഒരു മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും, ഈ അന്വേഷണ സംഘത്തെ എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, ഇക്കഴിഞ്ഞ 12-ാം തീയതി, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് DGP ഇത്തരത്തിലൊരു ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ശുപാർശ. ഏകദേശം ഒരാഴ്ചത്തോളം ആ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫയലിൽ മാത്രം ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള സമ്മർദ്ദം, രാഷ്ട്രീയപരമായും അല്ലാതെയും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാം തന്നെ കണ്ടതാണ്. ആ സമ്മർദ്ദത്തിൽ പോലും അത്തരമൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ CPIയുടെ മുഖപത്രം ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെ പ്രതിഷേധവുമായി പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു ഉത്തരവുണ്ടായി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നുള്ള വിവരം. പക്ഷേ അതിൻ്റെ ഉത്തരവ് ഇതുവരെയും കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുകൊണ്ടുള്ള ആ ഒരു ഉത്തരവ് അതിൻ്റെ പകർപ്പ് വിജിലൻസ് DGPക്ക്, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് കൈമാറുമെന്നുള്ളൊരു വിവരമാണ്. ഇന്ന് തന്നെ ആ ഒരു അന്വേഷണ ടീമിനെയും പ്രഖ്യാപിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. എന്തായാലും യോഗേഷ് ഗുപ്ത DGP അദ്ദേഹം തന്നെയായിരിക്കും നേരിട്ട് ഈ അന്വേഷണം നടത്തുക, അന്വേഷണ ചുമതല വഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം. കാരണം ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. സാധാരണഗതിയിൽ വിജിലൻസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു SPO DYSPO ഉദ്യോഗസ്ഥരായിരിക്കും വഹിക്കുക. പക്ഷേ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ അത്തരമൊരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് ഒരു അസാധാരണമായിട്ടുള്ള നടപടിയായതുകൊണ്ട് തന്നെ DGP റാങ്കിലുള്ള ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത തന്നെ നേരിട്ട് ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഈ അന്വേഷണ പരിധിയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ, അതായത് MR അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം അദ്ദേഹം കവടിയാറിൽ നിർമ്മിക്കുന്ന ആഡംബര വീട് തുടങ്ങി അങ്ങനെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGP അത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിക്ക് ശുപാർശ കൈമാറുകയും ചെയ്തിരുന്നത്. അതിൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്ന ഒരു കാര്യം. ഒപ്പം SP സുജിത് ദാസിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരമൊരു ആരോപണം അസാധാരണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഒപ്പം ഈ അന്വേഷണം, വിജിലൻസ് അന്വേഷണവും ഒപ്പം പോലീസ് മേധാവി DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ അന്വേഷണത്തിലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയിൽ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ അത് പോലീസ് സേനയെ തന്നെ വലിയ രീതിയിൽ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഒരു വിജിലൻസ് അന്വേഷണം നേരിടുന്നു, അല്ലാതെ വകുപ്പ് തല അന്വേഷണം നേരിടുന്നു. ഒപ്പം കോഴിക്കോട് മാമി തിരോധാന കേസിൽ ആരോപണ വിധേയനായ DGPക്കെതിരെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ ADGPക്കെതിരെ അല്ലെങ്കിൽ പോലും ഇദ്ദേഹം അതിൽ ആരോപണ വിധേയനാണ്. അതുകൊണ്ട് തന്നെ 3 അന്വേഷണങ്ങളാണ് ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നടക്കുന്നത്. ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. ഇനിയും അത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇന്നുമൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് സൂചനയായി നൽകാൻ കഴിയുന്നവർ. എന്തായാലും ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. LDFിലും അതുപോലെ തന്നെ CPMനകത്ത് വരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം LDF യോഗത്തിനകത്ത് പോലും അദ്ദേഹം പറഞ്ഞത് DGP അന്വേഷിക്കുന്നുണ്ട്, ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു നടപടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പോയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രുതി. ഒപ്പം തന്നെ റിനു ഈ സൂചിപ്പിച്ചതുപോലെ CPIയും വലിയ രീതിയിൽ പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയാം. അതായത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ADGPയെ മാറ്റി നിർത്തണം, ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നുൾപ്പെടെ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഈ
അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ SP സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടെന്ന് പറയുമ്പോൾ ഏതു രീതിയിലായിരിക്കും, ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ട് എപ്പോഴായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് കടക്കുക? റീനു. തുളസി, തീർച്ചയായും LDF-നകത്ത് വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ MR അജിത് കുമാറിനെതിരെ ഉള്ള അന്വേഷണത്തിലും ഉണ്ടായത്. പക്ഷേ അപ്പോഴും പതറാതെ പിടിച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ഒപ്പം സംസ്ഥാന സർക്കാരിനെ തന്നെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരം ADGP-ക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തീർത്തും മുഖ്യമന്ത്രി നിസ്സംഗതയോടുകൂടി അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായെങ്കിൽ പോലും അവസാനം അത് കൈവിടേണ്ടി വന്നു. തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിന് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇനി നാം നോക്കിക്കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാരായിരിക്കും, ഏത് രീതിയിലായിരിക്കും അന്വേഷണം എന്നുള്ളതാണ്. SP സുജിത് ദാസിനെതിരെയും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹം സസ്പെൻഷനിലാണ്. പക്ഷേ ADGP സസ്പെൻഷൻ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അന്വേഷണം, അത് രണ്ട് ടീമായിരിക്കുമോ അതോ ഒരു ടീമായിരിക്കുമോ ഈ രണ്ട് കേസും അന്വേഷിക്കുക എന്നടക്കമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇന്ന് തന്നെ അത്തരത്തിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് കാര്യം. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ സമ്മർദ്ദത്തിന് വഴങ്ങി ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, റിനു ശ്രീധറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.